പ്രവാസി സുഹൃത്തുക്കളെ, പല ആളുകൾക്കും ഉള്ള ഒരു സംശയമാണ് ഈ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച്. ശരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു സമ്പാദ്യ രീതിയാണ്. നമ്മൾ നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിച്ചുകൊണ്ട് വിവിധ കമ്പനികളുടെ സ്റ്റോക്കുകളിൽ, ബോണ്ടുകളിൽ, വിവിധ നിക്ഷേപ രീതികളിൽ ഈ പണം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ഫണ്ട് ഹൗസ് ഉണ്ട്. ഈ ഫണ്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് മാനേജറുമുണ്ട്. അപ്പോ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഏത് ഫണ്ടാണെന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്വയമേ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ഒരു നിക്ഷേപത്തെ അപേക്ഷിച്ച് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാളും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു റെക്കറിംഗ് ഡിപ്പോസിറ്റിനേക്കാളും ഉയർന്ന പലിശ ലഭിക്കുന്നതിനാൽ ദീർഘകാലത്തേക്ക് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ വരുമാനം പെട്ടെന്ന് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഇൻഷുറൻസ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഇൻഷുറൻസ് ഏജന്റിനെ സമീപിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഏജന്റുമാരെ നമുക്ക് സമീപിക്കാം. അപ്പൊ അവര് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഗോൾ അനുസരിച്ച് നിങ്ങൾ ഏത് ഫണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള സജഷൻ തരികയും ആ ഫണ്ടിനെ അവർ നിരന്തരം അനലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ഉയർച്ച താഴ്ചകളെ കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും.